കാര്യം തന്നെ. എത്ര മനോഹരമായിട്ടാണ് മൂസാ അലൈഹിസ്സലാം അത് ചോദിച്ചത്. എത്ര തൃപ്തികരമായിട്ടാണ് അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തത്. നമ്മളെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ബേജാറ് വരുന്നത്, നമുക്ക് ഭയം വരുന്നത്? നമ്മൾ വിശ്വാസികളല്ലേ? പിന്നെ എന്തിനാണ് ആശങ്കിക്കുന്നത്? വഭാവിയെക്കുറിച്ച് എന്തിനാണ് ആശങ്കിക്കുന്നത്? എല്ലാം പരിഹരിച്ചു തരാനുള്ള അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ആളുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു, ഫോൺ വിളിച്ചു ചോദിക്കുന്നു, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ, ഒരു അരമണിക്കൂർ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? എന്തിനാണ് അസ്വസ്ഥമാകുന്നത്? അല്ലാഹുവിൽ പ്രതീക്ഷ കുറഞ്ഞതുകൊണ്ട്. മക്കളില്ലാതെ വാർദ്ധക്യമായി മരിക്കാനായ സമയത്ത് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, സക്കരിയ ഇദ്നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയയെയും ഓർക്കുക. അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം, എൻ്റെ രക്ഷിതാവേ, നീ എന്നെ ഏകനായി പിന്തുണച്ചക്കാരില്ലാതെ വിടരുതേ. നീയാണല്ലോ അനന്തരാവകാശം എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. തൗബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടെ നിന്നപ്പോൾ, ആ സമയത്ത് ശത്രുക്കൾ വന്നപ്പോൾ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ, ഭയപ്പെടേണ്ട, നമ്മുടെ കൂടെ അല്ലാഹുവുണ്ട്, നമ്മുടെ കൂടെ അല്ലാഹുവുണ്ട്, എൻ്റെ കൂടെ അല്ലാഹുവുണ്ട്. ഞാൻ പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം തരുമെന്നൊരു വിചാരമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വികാരമുണ്ടെങ്കിൽ, പിന്നെ ഏത് കാര്യം ഭാവിയിൽ വന്നാലും ആശങ്കപ്പെടേണ്ടതില്ല. അതാണ് സത്യത്തിലുള്ള നിർഭയത്വം, അതാണ് ശരിയായ വിശ്വാസം, അതാണ് വിശ്വാസത്തിൻ്റെ തെളിമ. അതിലേക്കെത്താൻ നമുക്ക് സാധിക്കണം, അതിലേക്കെത്താൻ സാധിക്കണം. 2 സംഘം വന്ന്, പിന്നിലും മുന്നിൽ കടലും നടുക്ക് ഇസ്രായേല്യരും മൂസാ അലൈഹിസ്സലാം ഉണ്ടാകുമ്പോൾ, ആ സമയത്ത് മൂസാ അലൈഹിസ്സലാമിന്റെ ആളുകൾ പറയുന്നത്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ തീർച്ചയായും ഇതാ പിടിയിലകപ്പെടാൻ പോകുന്നു. എന്താണ് മൂസാ അലൈഹിസ്സലാമിന്റെ മറുപടി? ഖാല കല്ലാ ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലും പിടിക്കപ്പെടുകയില്ല, എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്, എന്നെ എൻ്റെ രക്ഷിതാവ് സഹായിക്കും, എനിക്ക് രക്ഷിതാവ് വഴി കാണിച്ചു തരും. അങ്ങനെ തന്നെ സംഭവിച്ചു ചരിത്രത്തിൽ. ഈ ഒരു വിചാരം മനുഷ്യനെ നിർഭയനാക്കും. പ്രവാചകന്മാരെ സഹായിച്ചതുപോലെ, ഔലിയാക്കളെ സഹായിച്ചതുപോലെ, സഹാബത്തിനെ സഹായിച്ചതുപോലെ ഞാൻ വിശ്വാസിയാണോ, എന്നെ അല്ലാഹു സഹായിക്കും. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾക്കങ്ങനെ ആലോചിക്കാൻ സാധിക്കാത്തത്? തൗഹീദിലേക്ക് പ്രവേശിച്ച ഒരാൾ പിന്നെ തൗഹീദ് പഠിക്കുന്നില്ല, പിന്നെ സുന്നത്ത് പഠിക്കുന്നില്ല, ഉള്ള ദീന് കൊണ്ട് നടക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹുവിൻ്റെ ഇസ്സത്തിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹു ഉത്തരം ചെയ്ത പ്രാർത്ഥനകൾ ചരിത്രത്തിൽ പറഞ്ഞത് പഠിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം. എല്ലായിടത്തും ആളുകൾ പോയി നോക്കും, പല സ്ഥലത്തും അവിടെയൊക്കെ പരിഹാരം കിട്ടുമോ എന്ന് വിചാരിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു പരിഹാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് സമാധാനം ലഭിക്കുകയുള്ളൂ. എല്ലാം അല്ലാഹു പരിഹരിക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. കണ്ട മക്കാകുമകളിലൊക്കെ കയറി, കണ്ടയിടത്തൊക്കെ പൈസയിട്ട് അങ്ങനെ പോകുന്ന ഒരാൾക്ക് നിർഭയത്വത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അവനെ അല്ലാഹു സഹായിക്കുമോ ഇല്ലേ എന്ന സംശയം കൊണ്ടാണ് അവൻ വേറെ ആളുകളെ അടുത്തു പോകുന്നത്. കണ്ട ചരട് മുഴുവൻ വലിച്ചു കെട്ടേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇല്ലല്ലോ. അല്ലാഹുവിനെ നമ്മെ സഹായിക്കാൻ പറ്റും. അല്ലാഹു വേണ്ടെന്ന് വെച്ചാൽ ആർക്കും നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന ഏകദൈവ വിശ്വാസം മനസ്സിലുണ്ടാകണം. എല്ലായിടത്തും പോയി നോക്കുക, അങ്ങോട്ട് ക്യാഷ് കൊടുത്തു നോക്കുക, ഇവിടെ നിന്ന് പരിഹരിച്ചാലോ, ഇവിടെ നിന്ന് പരിഹരിച്ചാലോ, എവിടുന്നും പരിഹരിക്കുകയില്ല. കാരണം പരിഹരിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയെ പരിഗണിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ സത്ത കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ ആരാണ്? വഹുവാലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തബാരകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവാലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. ആരുടെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികാരം? ആരുടെ കയ്യിലാണ് രോഗം മാറ്റാനുള്ള വിദ്യയുള്ളത്?
ആരുടെ കയ്യിലാണ് നമുക്ക് ആശ്വാസം തരാനുള്ള വിഭവമുള്ളത്? അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രം. വേറെ ഒരാളെയും അള്ളാഹു അത് ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു കഴിവ് അള്ളാഹുവിന് മാത്രം. അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു തേടുന്ന ശിർക്ക് മഹാപാവമായത്. എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അതിനിസ്സാരരായ ആളുകൾക്ക് അവർക്കത് കഴിയുമെന്ന് വിശ്വാസം അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. ആകാശം പൊട്ടി അത് പിളരുന്ന അവസ്ഥയിലാണ് ആ ചിന്ത തന്നെ. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവർ അത് ചിന്തിക്കുമ്പോൾ ആകാശം പൊട്ടിപ്പിളരാൻ സാധ്യതയുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാം. അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും. അള്ളാഹുവിനെ അല്ലാതെ ഒരു വലിയനെ വിളിച്ചാരാധിച്ചാൽ, ഒരു മഖബറയിൽ പോയി സുജൂദ് ചെയ്താൽ, അവിടെ കരഞ്ഞ് കണ്ണീർ വാർത്താൽ എന്താണ് സംഭവിക്കുക? ആകാശം പൊട്ടിപ്പിളർക്കാൻ മാത്രം കോപം അള്ളാഹുവിനുണ്ടാകും. ഭൂമി വിണ്ടുകീറിക്കാൻ മാത്രം കോപം അള്ളാഹുവിനുണ്ടാകും. പർവ്വതങ്ങൾ തകർത്ത് കളയാൻ മാത്രം ദേഷ്യം അള്ളാഹുവിനുണ്ടാകും. പരമകാരുണികന് സന്താനമുണ്ടെന്ന് അവർ വാദിച്ചു. സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണികന് അനുയോജ്യമായ കാര്യമല്ല. അതുല്യനായ ഏറ്റവും ഉന്നതനായ ഒരു ശക്തിക്ക് തുല്യമായി അവന്റെ സൃഷ്ടികളെ ഒരാളെ വിചാരിക്കുക എന്നത് ഈ ഒരു നിസ്സാരരായ ആളുകൾ ചെയ്തു തരുമെന്ന് വിചാരിക്കുക എന്നുള്ളത് ബുദ്ധിക്കെതിരാണ്, യുക്തിക്കെതിരാണ്, മതത്തിനെതിരാണ്. ചിന്തിക്കുന്നവർക്ക് അറ്റമില്ലാതെ ചിന്തിച്ച് ആ ആശയത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ പറ്റാത്ത കാര്യമാണത്. മരിച്ച യുഗാന്തരങ്ങളായി മണ്ണിൽ മണ്ണായി ചേർന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ എന്താ? അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം ശിർക്ക് എന്നത് വലിയ പാപമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. കുഞ്ഞുമകനെ, നീ അള്ളാഹുവിനോട് പങ്കുചേർക്കരുത്. തീർച്ചയായും ശിർക്ക് അള്ളാഹുവിൽ നിന്ന് പങ്കുചേർക്കൽ വലിയ അക്രമം തന്നെയാകും. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. അവരിൽ മാത്രം പരീക്ഷ അർപ്പിക്കുക. അവനോട് മാത്രം പ്രാർത്ഥിക്കുക. അവൻ നമ്മളെ സൃഷ്ടിച്ചവനാണ്, പരിപാലിക്കുന്നവനാണ്. ഇത്ര കാലം നമുക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടിയോ, എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് അല്ലാഹുവിൽ നിന്നാണ്. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി തൗഹീദിൽ നിന്ന് ഒരു തരിമ്പ് പോലും ചഞ്ചലമാകാതെ അചഞ്ചലമായി തൗഹീദിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളിൽപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ പങ്കാളികളെ ചേർക്കരുത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാതി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മത്തിയാക്കിയതാരാം? അല്ലാഹു. ആകാശത്തെ മേൽപ്പുരയാക്കി ആകാശത്തു നിന്ന് വെള്ളം തൊരിഞ്ഞു തന്നു. അത് മുഖേന ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ ചെയ്തത് റബ്ബാണ്. അതിനാൽ അറിഞ്ഞുകൊണ്ട് അവനിൽ സമന്മാരെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. റബ്ബിനെ മാത്രം ആശ്രയിക്കാനുള്ള കരുത്തു വേണം നമുക്ക്. പടച്ചവനെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒന്നിലും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന കാര്യത്തിൽ പേടിയുണ്ടാവുകയില്ല. എല്ലാം അല്ലാഹുവിൻ്റെ കയ്യിലാണെന്ന് ആശ്വസിക്കാൻ പറ്റും. നാളെ എന്തു പറ്റിയാലും അത് അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ജീവിതത്തെ അല്ലാഹുവിൻ്റെ അടിമത്തത്തിൽ മാത്രമായി തളച്ചിടുന്നതിനാണ് ഏക ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അല്ലാഹു മതി, വേറെ ഒരാൾക്കും വഴങ്ങുകയില്ല. എന്തു ഭീഷണി ഉണ്ടായാലും എന്തു പ്രശ്നമുണ്ടായാലും അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നും കുലുങ്ങുകയില്ല, മാറുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൗഹീദുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വിധികളിൽ അവൻ സംതൃപ്തനായിരിക്കും. എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു വിധി അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക എന്ന ഉറച്ച വിശ്വാസം അവനുണ്ടായിരിക്കും. ആ വിധി എനിക്ക് ഗുണകരമായിരിക്കും ഈ ലോകത്തിൽ പരലോകത്തിൽ എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കണം. അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണങ്ങളാണ്. എന്തെന്തനുഗ്രഹം, ഒരു പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നാളെ പരലോകത്തെ അനുഗ്രഹത്തിന് മറുപടി പറയേണ്ടി വരും. എല്ലാ പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളാണ്. കാരണം പരീക്ഷണമുണ്ടെങ്കിലേ ക്ഷമിക്കാൻ കഴിയൂ. ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പരീക്ഷണം നമുക്ക് ഗുണമാണ്. അതേപോലെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പരീക്ഷണങ്ങളുമാണ്. അങ്ങനെ വിചാരിക്കാൻ സാധിക്കണം. അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. അവന് ദോഷം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അവന് നല്ലത് ബാധിച്ചാൽ അവൻ ശുക്ർ ചെയ്യും. നമ്മൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം ആ പടച്ചവൻ ഇഷ്ടമില്ലാത്തതൊന്നും അവൻ ചെയ്യുകയില്ല. പടച്ചവൻ ഇഷ്ടമില്ലാത്തതൊന്നും തൗഹീദുള്ളവൻ ചെയ്യുകയില്ല. ഒരാളെയും അവൻ ഉപദ്രവിക്കുകയില്ല. തൗഹീദുള്ളവൻ ഒരു ദ്രോഹവും അവർ തമ്മിൽ തൗഹീദുള്ളവർ തമ്മിൽ ചെയ്യുകയില്ല. നിർഭയരായിരിക്കും പരസ്പരം. ആളുകൾക്ക് തൗഹീദ് ഉണ്ടാകുന്നതോടുകൂടി, തൗഹീദ് പ്രചരിപ്പിക്കുന്നതോടുകൂടി, ആളുകൾ മുവഹ്ഹിദാകുന്നതോടുകൂടി വലിയ മാറ്റങ്ങളാണ് ആളുകൾക്ക് വരിക. അല്ലാഹു റാസിഖാണ്. പട്ടിണിയെ കുറിച്ച് പേടിയില്ല. അവൻ്റെ നാമങ്ങൾ ഓരോന്നും എടുത്ത് പഠിച്ച് മനസ്സിലാക്കിയാൽ വലിയ വലിയ സമാധാനത്തിലേക്കാണ് നമ്മൾ എത്തുക. അങ്ങനെ എത്താൻ സാധിക്കണം. ഈമാനിൽ വേണ്ടാത്തത് ഉൽമ കലർത്താത്തവർ അവരാണ് അന്നുള്ളവർ. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവരാണ് യഥാർത്ഥത്തിൽ അവരാണ് അന്നുള്ളവർ. ഇനി എന്താണ് നിർഭയത്വമുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക് എന്താണ് അല്ലാഹു വാഗ്ദാനം ചെയ്തത്? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലിയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ തലാലഹും ലിയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഭൂമിയിൽ അവൻ പ്രാതിനിധ്യം നൽകും. അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്താൽ അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവൻ സ്വാധീനം നൽകും. തൗഹീദ് ഉണ്ടെങ്കിൽ ഇസ്ലാമിന് സ്വാധീനം നൽകും. അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകും. തൗഹീദിൽ വിശ്വസിച്ചവന് നിർഭയത്വം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്ത് ചെയ്താൽ മതി? എന്നെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, എന്നോട് യാതൊന്നും പങ്കു ചേർക്കുകയില്ലെന്ന് ഉറപ്പിക്കുക, അള്ളാഹുവിന് യാതൊന്നും പങ്കു ചേർക്കില്ലെന്ന് ഉറപ്പിക്കുക. അതിനുശേഷം ആരെങ്കിലും നന്ദി കാണിക്കുന്ന പക്ഷം അവന് തന്നെയാണ് ധിക്കാരികൾ. തൗഹീദിന്റെ കാര്യം പഠിച്ചതിൽ ഉറച്ചു നിൽക്കുകയും ശിർക്കിന്റെ കാര്യം ഗൗരവം മനസ്സിലാക്കി അതിലേക്ക് എത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്നവന് മാത്രമാണ് ഈ ലോകത്ത് നിർഭയത്വം ഉണ്ടായിരിക്കുക എന്ന വലിയ തത്വത്തെ മനസ്സിലാക്കുകയും തൗഹീദിലേക്ക് കൂടിച്ചേരാനും ശിർക്കിൽ നിന്ന് അകലം പാലിക്കാനും നമുക്ക് സാധിക്കണം. എല്ലാവിധ ശിർക്കിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിന്റെ ഏതൊക്കെ വശങ്ങളുണ്ടോ അത് പഠിച്ച് മനസ്സിലാക്കി ആ തൗഹീദിന്റെ വശങ്ങളിലേക്ക് അരുചേർന്നു നിൽക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.